കുട്ടികൾക്കായി കരോൾ മീഡിയ റിസോഴ്സ് സെന്റർ KLCA കോട്ടപ്പുറം രൂപതയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വേനൽ പറവകൾ സമ്മർ ക്യാമ്പ് സമാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 35 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കരോൾ മീഡിയ റിസോഴ്സ് സെന്റർ KLCA കോട്ടപ്പുറം രൂപതയുടെ സഹകരണത്തോടെ പറവൂരിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ത്രിദിന ക്യാമ്പാണ് സമാപിച്ചത്. കോട്ടപ്പുറം രൂപത വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ക്യാമ്പിൽ KLCA ഭാരവാഹികളായ ജെയിംസ്, കൊച്ചുത്രേസി എന്നിവർ ആശംസകൾ നേർന്നു. രണ്ടാം ക്ലാസ്സിൽ ഉള്ള ഒരാള് ക്യാമ്പിലെത്തി എന്നുള്ളത് തന്നെ നമുക്ക് ഇവരുടെ ഒരു കഴിവുകൾ തിരിച്ചറിയാം. ഇപ്പൊ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഇപ്പോൾ കൂടുതലും ചെറിയ കുട്ടികളാണ്. നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗം നടത്തുന്നത് 1991 ഞാൻ സെമിനാരിയിൽ ചേർന്ന് സെമിനാരിയുടെ പശ്ചാത്തലത്തിൽ നിർബന്ധമായി നടത്തേണ്ട ഒരു പ്രസംഗമാണ്. അപ്പൊ കാൽമുട്ടുകളൊക്കെ വിറച്ച് ശബ്ദമിടറിക്കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചത്. ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള അവസരങ്ങളിലോ ഒരുപക്ഷെ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അത് സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. 2ാം ദിനം ചേന്ദമംഗലം വാർഡ് മെമ്പർ ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ പറവൂർ വടക്കുംപുറത്ത് ക്യാമ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, സംഘനൃത്തം, തെരുവ് നാടകം എന്നിവ ജനശ്രദ്ധ പിടിച്ചുപറ്റി. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സുകളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 35 പേർക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് കരോൾ മീഡിയ ഡയറക്ടർ അലക്സ് താളൂപ്പാടത്ത് പറഞ്ഞു. ആ ക്യാമ്പിൽ നിന്ന് വിജയിച്ച കുട്ടികളെ മറ്റൊരു ടീമുമായിട്ട് ടൈപ്പ് ചെയ്ത് അടുത്ത വർഷം എല്ലാ മാസവും ട്യൂഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവരുടെ KLCക്കാരെ ഏൽപ്പിച്ചു, നിങ്ങളത് നോക്കിയാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം അച്ഛൻ പറഞ്ഞതാണ്, നിങ്ങൾ കഴിവുണ്ട്, നിങ്ങളുടെ കഴിവുകളെ ഒന്ന് ക്രമപ്പെടുത്താൻ സഹായിക്കലാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സപ്പോർട്ട് ചെയ്ത്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുകാരെല്ലാം നമ്പറുണ്ട്. ആ നമ്പറിൽ വീട്ടുകാർ നിങ്ങളുടെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടിയും തിരുവനന്തപുരം നടത്തിയില്ലേ, പച്ചൻ പ്രസംഗിച്ചില്ലേ, ഇപ്പം തിരി കൊളുത്തിയില്ലേ, ഇതൊക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ എത്തും. അവർ കാണും. ഈ ക്യാമ്പിൽ അവരും കൂടി നമ്മളോട് നേരിട്ട് ലിങ്ക് ചെയ്യുന്നു. സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ ഡയറക്ടർ അലക്സ് താളൂപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. അറിവുകൾ, കഴിവുകൾ, വിശ്വാസങ്ങൾ, ദർശനങ്ങൾ ഇവ ക്രമപ്പെടുത്തി മാതൃകാപരമായ ജീവിതം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പിൽ നിന്ന് ലഭിച്ച മൂല്യങ്ങൾ പൊതുസമൂഹത്തിനും വ്യക്തിജീവിതത്തിനും നന്മകൾ കൈവരിക്കുന്നതാകണമെന്ന് അംബ്രോസ് പിതാവ് പറഞ്ഞു. ചടങ്ങിൽ KLCA ജനറൽ സെക്രട്ടറി ജോൺസൺ മങ്കുഴി, അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ്, ഫാദർ ജോസഫ് കോച്ചേരി, ജോസഫ് ജോൺ, ഷൈനി അനീഷ്, അമൃത അലക്സ്, ബെനഡിക്ട് തങ്കച്ചൻ, ഷാജു പീറ്റർ എന്നിവർ സംസാരിച്ചു. യോഗ, ജീവിത വിജയങ്ങൾ, അഭിനയം, നേതൃത്വ പരിശീലനം, മാതാപിതാ സംഗമം, ഫുട്ബോൾ പരിശീലനം, പഠനയാത്ര, ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഷിനിൽ വടകര, ജോബി തോമസ്, AP അനിൽകുമാർ, ഡോണ മരിയ, ആൻസൺ കുറുമ്പത്തുരുത്ത്, AS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ അവിടെ സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ ആടാ? നോക്ക്, സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.